ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാറാണ്. സോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട 10 MCQ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന നിങ്ങളുടെ 6 CBSEയിലെ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 10 MCQ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് അധിക സമയമൊന്നും കളയാനില്ല. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിക്കണേ. എ സ്റ്റുഡൻറ് ഒബ്സർവ്സ് എ പ്ലാന്റ് വിത്ത് പാരലൽ വീനേഷൻ. അതിൻ്റെ കീവേഡ്സ് ഒന്ന് പാരലൽ വീനേഷൻ ആണ്. ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ് സീഡ്സ് കണ്ടെയ്ൻ ഓൺലി 1 കോട്ടിലിഡൻ. കീവേഡ് 1 കോട്ടിലിഡൻ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് അഡീഷണൽ ഫീച്ചേഴ്സ് വുഡ് മോസ്റ്റ് ലൈക്ലി കൺഫേം ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഒരു കോട്ടിലിഡൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഒരു കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മോണോകോട്ടിലിഡനസ് പ്ലാന്റ് ആണ്. മോണോകോട്ടാണ് അല്ലെ. ഒരു കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ മോണോകോട്ട് പ്ലാന്റ് ആണ്. യെസ് ഓർ നോ? യെസ്. അപ്പൊ മോണോകോട്ടിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലീഫ് പാരലൽ വീനേഷൻ എക്സിക്യൂട്ട് ചെയ്യും. പാരലൽ വീനേഷൻ, ലീഫിലെ വെയിൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പാരലൽ വീനേഷൻ. ഇനി റൂട്ടിന്റെ പ്രത്യേകത എന്താ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് അല്ലേ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത്. മോണോകോട്ടാണെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, ലീഫിലെ വീനേഷൻ പാരലൽ വീനേഷനുമാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി പാരലൽ വീനേഷൻ തന്നിട്ടുണ്ട്. അപ്പം അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രസൻസ് ഓഫ് ഫൈബ്രസ് റൂട്ട്. ഓപ്ഷനിലുണ്ടോ നോക്കാം. ഓപ്ഷൻ എ, പ്രസൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ദാറ്റ് ഈസ് റോങ്. അത് ഡൈക്കോട്ടിന്റെ ഫീച്ചറാണ്. നെറ്റ് ലൈക്ക് അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ്, അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ. അതൊരിക്കലും മോണോകോട്ടിന്റെ പ്രത്യേകത അല്ല. പ്രസൻസ് ഓഫ് ഫൈബ്രസ് റൂട്ട്, നമുക്ക് ആ ഓപ്ഷൻ അവിടെ ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ സിയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. എബിലിറ്റി ടു പെർഫോം ഫോട്ടോസിന്തസിസ് മോണോകോട്ടിലും ഡൈക്കോട്ടിലും ഫോട്ടോസിന്തസിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ക്ലിയർ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോട്ടിലിഡൻ നമ്പർ, സി കീവേഡ് നോക്കാം, കോട്ടിലിഡൻ നമ്പർ, ദെൻ വീനേഷൻ, റൂട്ട് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയതാണ്. കോട്ടിലിഡൻ നമ്പർ 1 ആണെങ്കിൽ മോണോകോട്ട് പ്ലാന്റ്സ് ആണ്. മോണോകോട്ടിന്റെ വീനേഷൻ എന്ന് പറയുന്നത് പാരലൽ വീനേഷൻ. മോണോകോട്ടിന്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഓക്കെ ആണോ? ഇനി കോട്ടിലിഡൻ നമ്പർ 2 ആണെങ്കിൽ, 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് ആണെങ്കിൽ വീനേഷൻ വിൽ ബി റെറ്റിക്കുലേറ്റ് വീനേഷൻ. റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. മനസ്സിലാവുന്നല്ലോ. അറിയാത്തവർ ഉണ്ടെങ്കിൽ അതൊന്ന് ഒബ്സർവ് ചെയ്ത് വെച്ചാൽ മതി. എന്താണ്? 1 കോട്ടിലിഡൻ ആണെങ്കിൽ മോണോകോട്ട് പ്ലാന്റ്സ് ആണ്. മോണോകോട്ട് പ്ലാന്റ്സ്. ഇനി 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. ഇനി മോണോകോട്ട് പ്ലാന്റ്സിൽ വീനേഷൻ എന്ന് പറയുന്നത് പാരലൽ വീനേഷൻ. മോണോകോട്ട് പ്ലാന്റ്സിൽ വീനേഷൻ എന്ന് പറയുന്നത് പാരലൽ വീനേഷൻ ആണ്. എന്നാൽ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. ഇനി റൂട്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മോണോകോട്ട് പ്ലാന്റ്സിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. എന്നാൽ ഡൈക്കോട്ടിൽ ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ എഴുതാം. 1 കോട്ടിലിഡൻ മോണോകോട്ട് പ്ലാന്റ്സ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ അല്ല, പാരലൽ വീനേഷൻ ആണ് വേണ്ടത്. അപ്പോൾ തന്നെ ഇത് തെറ്റാണ്. റൂട്ട് ടാപ്പ് റൂട്ട് അല്ല, ഫൈബ്രസ് റൂട്ടാണ് വേണ്ടത്. ഇനി അടുത്തത് 2 കോട്ടിലിഡൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ. 2 കോട്ടിലിഡൻ ഡൈക്കോട്ട്, വീനേഷൻ റെറ്റിക്കുലേറ്റ്, റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട്. അതാണ് കറക്റ്റ് ആൻസർ. അവിടെ തന്നെ നമുക്ക് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടി.
2 കോട്ടിലിഡൻ ഡൈക്കോട്ടാണ്. റെറ്റിക്കുലേറ്റ് വീനേഷൻ ടാപ്പ് റൂട്ട് സിസ്റ്റം. മൂവിങ് ഫോർവേഡ്. അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് ചിക്പി ആണ്, അല്ലെങ്കിൽ നമ്മളെ ചന, കടല. അതിലൊക്കെ 2 പരിപ്പുകൾ കാണാം. മീൻസ് 2 കോട്ടിലിഡൻസ്. ഇപ്പം മെയ്സ് എടുത്തു കഴിഞ്ഞാൽ, റൈസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ 1 കോട്ടിലിഡൻ ഉണ്ടാവും. 1 കോട്ടിലിഡൻ മാത്രമാണെങ്കിൽ ദാറ്റ് ഈസ് മോണോകോട്ട്. 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ ഡൈക്കോട്ട്. ഇനി ഡൈക്കോട്ട് ചെടിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഡൈക്കോട്ട് ചെടിയുടെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നടുക്കൊരു മിഡ്രീബ്, വെയിൻസ് ഇങ്ങനെ ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് പോലെ നമുക്ക് കാണാം. വെയിൻസും വെയിൻലെറ്റും നെറ്റ്വർക്ക് പോലെ ആയിരിക്കും. ദാറ്റ് ഈസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇനി പാരലൽ വീനേഷൻ ഈ ഗ്രാസുകളിലൊക്കെ കാണുന്നത് പാരലൽ വീനേഷൻ ആണ്. മോണോകോട്ട്സ്. മോണോകോട്ടിൽ കാണുന്നത് പാരലൽ വീനേഷൻ. പാരലൽ വീനേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, പരീക്ഷയിൽ ചോദിക്കും. അടുത്ത ചോദ്യം, എ സുവോളജിസ്റ്റ് ഗ്രൂപ്പ്സ് ആനിമൽ ബേസ്ഡ് ഓൺ ദ ബോഡി പാർട്സ് യൂസ്ഡ് ഇൻ മൂവ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയേഴ്സ് കറക്റ്റ്ലി മാച്ചസ് ദ ആനിമൽ ആൻഡ് ദി പാർട്ട് യൂസ്ഡ്? ഈസിയാണ്. ബേർഡ്സ് ഫിൻസ് ഉപയോഗിക്കോ? ഇല്ല. ഫിൻസ് ഉപയോഗിക്കുന്നത് ആരാ? അത് ഫിഷസ് ആണ്. ഹോഴ്സസ് വിങ്സ് ഉപയോഗിക്കോ? അത് ചിത്രങ്ങളിലൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഹോഴ്സസിന് വിങ്സ് ഇല്ല. അവർ ലിംസ്, അവരുടെ കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചലിക്കുക. ഫോർ ലിംബ്, ഹൈൻ ലിംബ്. അപ്പോൾ ഇത് റോങ് ആണ്. സ്നേക്ക് ലെഗില്ല. ബേർഡ്സ് വിങ്, അതാണ് ശരി. ബേർഡ്സ് യൂസ് ദെയർ വിങ്സ് ഫോർ മൂവ്മെന്റ്, ഫോർ ഫ്ലൈയിങ്. ഓക്കെ, അടുത്ത ചോദ്യം, കാക്ടസ് പ്ലാന്റ് ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ ഹാവ് തിക്ക് ആൻഡ് ഫ്ലഷി സ്റ്റെംസ് മെയിൻലി ബിക്കോസ്. എന്തിനാണ്? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. കാരണം ഡെസേർട്ട് പ്ലാന്റ്, ഡെസേർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഹോട്ട് ക്ലൈമറ്റ് ആണ്, വാട്ടർ സ്കാർസ് ഏരിയ ആണ്. മാക്സിമം വാട്ടറിനെ അവർ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കാം. ഉണ്ട്. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? ഈസിയാണേ. അടുത്ത ചോദ്യം, ഡിയോഡർ ട്രീസ് ഇൻ ഹിമാലയാസ് ഹാവ് ഫ്ലെക്സിബിൾ ആൻഡ് സ്ലോപ്പിംഗ് ബ്രാഞ്ചസ്. ഫ്ലെക്സിബിൾ, pliable, sloping branches. This adaptation helps the plant mainly to, നമുക്കറിയാം ഹിമാചൽ അല്ലെങ്കിൽ ഹിമാലയൻ ഏരിയാസിൽ തണുപ്പുണ്ടാവും, സ്നോഫാൾ ഉണ്ടാവും. അപ്പോൾ സ്നോ ലീഫിൽ വന്ന് വീണ് കഴിഞ്ഞാൽ കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ അത് ലീഫിന് കേടാണ്, ദോഷമാണ്. അപ്പോൾ ഇത് ഷെഡ് ചെയ്യണം. അപ്പോൾ സ്നോനെ സ്ലൈഡ് ചെയ്ത് ഒഴിവാക്കാൻ ഈ കോണിക്കൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു ഷേപ്പ് സഹായിക്കും. ഡിയോഡർ ട്രീസിൻ്റെ കേസിൽ ആ ഒരു സ്ലോപ്പിംഗ് ബ്രാഞ്ച് ആയതുകൊണ്ട് ഐസിനൊക്കെ എന്ത് ചെയ്യുക? നിരങ്ങി നീങ്ങി താഴേക്ക് വീഴാൻ പറ്റും. അതാണ് ഓപ്ഷൻ വരേണ്ടത്. ഓപ്ഷൻ ഏതാ വരുന്നത്? സി ആണല്ലേ. അലൗ സ്നോ ടു സ്ലൈഡ് ഓഫ് ഈസിലി. അടുത്ത ചോദ്യം, എ camel ഫൗണ്ട് ഇൻ ഹോട്ട് ഡെസേർട്സ് ഓഫ് രാജസ്ഥാൻ വിൽ ലൈക്ലി ഷോ വിച്ച് അഡാപ്റ്റേഷൻ? അപ്പോൾ നമുക്കറിയാം ഈ ഹോട്ട് ഡെസേർട്ട് ഓഫ് രാജസ്ഥാനിലും പിന്നെ അതുപോലെ തന്നെ ലഡാക്കിലെ തണുപ്പിലും ജീവിക്കുന്ന ക്യാമൽസിന്റെ അഡാപ്റ്റേഷൻസ് ഡിഫറെൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ രാജസ്ഥാനിലെ ഹോട്ട് ഡെസേർട്ടിൽ കാണുന്ന ക്യാമൽസിന്റെ അഡാപ്റ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ തിക്ക് കോട്ട് ഓഫർ ടു റിറ്റെയിൻ ബോഡി ഹീറ്റ് റോങ് ആണ്. കാരണം ഓൾറെഡി അവർ ചൂടിലാണ്, വീണ്ടും ചൂടിനെ റിറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ്. ദാറ്റ് ഈസ് റോങ്. Large flat feet to walk easily on sand. That is true. That is the true statement. നമുക്ക് ഈ ഫീറ്റിന് ബ്രോഡർ ആവുമ്പോൾ, ഈ ക്യാമൽസിൻ്റെ ലെഗ് അതിൻ്റെ ഫീറ്റ് വൈഡർ ആവുമ്പോൾ നമുക്കറിയാം ഏരിയ കൂടും, കൂടുതൽ ഏരിയ അത് യൂസ് ചെയ്യും. അപ്പോൾ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടോ? ഏരിയ കൂടും, വൈഡർ ആവുമ്പോൾ മാക്സിമം ഏരിയ അവർ യൂസ് ചെയ്യും. ഏരിയ കൂടുന്നു എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയാണ്. അപ്പോൾ മണ്ണിലേക്ക് എന്ത് ചെയ്യില്ല? മണ്ണിലേക്ക് ഊഴ്ന്നു പോകില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ ക്യാമൽ ഹോട്ട് ഡെസേർട്ടിൽ സാൻഡി ആണ്. അപ്പോൾ അവിടെ നടക്കണമെങ്കിൽ ബ്രോഡർ ഫീറ്റ്, ലാർജർ ഫീറ്റിൻ്റെ ആവശ്യമുണ്ട്, ഫ്ലാറ്റ് ഫീറ്റിൻ്റെ ആവശ്യമുണ്ട്. ബാക്കി ഓപ്ഷൻസിലേക്കൊന്നും പോകേണ്ടതില്ല. എന്നാലും നമുക്ക് പോകാം. കോണിക്കൽ ബോഡി അല്ലല്ലോ. സ്നോന് ഷെഡ് ഡെസേർട്ടിൽ എന്ത് സ്നോ? ഹൈബർനേഷൻ ഡ്യൂറിങ് സമ്മർ അല്ല, വിന്റർ സ്ലീപ്പാണ്. അപ്പോൾ അതിൽ കാര്യമില്ല, അതൊന്നുമല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തതിലേക്ക് വരുമ്പോൾ, ക്യാമൽസ് ഇൻ ഹോട്ട് ഡെസേർട്ട് ഹാവ് 1 ഹംബ്
മെയിൻലി ഫോർ, നമുക്കറിയാം അതിൽ വെള്ളമല്ല ഉള്ളത്, മറിച്ച് ഫാറ്റാണ് സ്റ്റോർ ചെയ്ത്. അപ്പോൾ എനർജിയുടെ ആവശ്യത്തിന് ഇതിനെന്ത് ചെയ്യും, ഉപയോഗിക്കും. അപ്പോൾ ഇതിലെന്താ വരിക, പലരും എ എഴുതാൻ ചാൻസ് ഉണ്ട്. എ അല്ല, ഏതാ വരിക, ബി ആണ് വരിക, ഫാറ്റാണ് അതിലുള്ളത്. അടുത്ത ചോദ്യം, റോഡോഡെൻഡ്രോൺ ഇൻ ദി ഷോല ഫോറസ്റ്റ് ഓഫ് നീലഗിരി ആർ ഷോർട്ടർ വിത്ത് സ്മോളർ ലീഫ്. എന്തുകൊണ്ട്? അപ്പോൾ ഇവർ ആക്ച്വലി ഈ നീലഗിരി കുന്നിൽ കാണുന്ന ചെടികളാണ്. അവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വിൻഡാണ്. വളരെ വേഗതയിൽ, വളരെ കൂടിയ സ്പീഡ്, കൂടിയ വെലോസിറ്റിയിൽ വരുന്ന വിൻഡുകളാണ്. അപ്പോൾ ആ വിൻഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇവരുടെ ലീഫ്. വളരെ ചെറിയ ലീഫായിരിക്കണം. വലിയ ലീഫാണെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, ലീഫിന് ഡാമേജ് ഉണ്ടാവും, ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ആക്ച്വലി. ഇത്തരത്തിൽ സ്ട്രോങ് വിൻസ്, വളരെ വേഗതയിൽ വരുന്ന വിൻഡിനെ റെസിസ്റ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ആൻസർ വരിക. അതിൽ ഓപ്ഷനിലേക്ക് നോക്കാം. ദേ ഗ്രോ ഇൻ ഫെർട്ടൈൽ സോയിൽ അല്ല, ദേ നീഡ് മോർ സൺലൈറ്റ്. അതൊന്നുമല്ല റീസൺ ഈസ് ദിസ്, ദേ മസ്റ്റ് വിത്ത്സ്റ്റാൻഡ് സ്ട്രോങ് വിൻഡ് ഇൻ മൗണ്ടൻ ടോപ്സ്. മൗണ്ടൻ ടോപ്സിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ വിൻഡ് കൂടുതൽ വരുന്നുണ്ട് അവിടെ. അതാണ് അതിൻ്റെ ഒരു ആൻസർ. അടുത്ത ചോദ്യം, ഫ്രോക്സ് ക്യാൻ ലിവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. സച്ച് ആനിമൽസ് ആർ കോൾഡ് ആംഫീബിയൻസ് ആണ്. വെൻ ഹാബിറ്ററ്റ്സ് ആർ ഡാമേജ്ഡ്, നമ്പർ ഓഫ് സ്പീഷീസ് ലിവിങ് ഇൻ ദറ്റ് ഏരിയ. ഹാബിറ്ററ്റ് എന്താ? ഒരു ജീവിയുടെ നാച്ചുറൽ ഹോമാണ്. അവിടുന്ന് അതിന് ഭക്ഷണം കിട്ടുന്നു, അതിന് വേണ്ട എല്ലാ റിസോഴ്സും കിട്ടുന്നു, അതന്നെ ഹാബിറ്ററ്റ്. അപ്പോൾ ഹാബിറ്ററ്റ് ഡിസ്ട്രോയിഡ് ആയ വെച്ചാൽ ഭക്ഷണം കിട്ടാതിരിക്കും, നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ആ സ്പീഷീസ് ചിലപ്പോൾ ചത്തുപോകും. അപ്പോൾ സ്പീഷീസിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. അതാണ് അവിടെ നോക്കേണ്ടത്. ഡിക്രീസസ്. എന്താ സ്പീഷീസ് എന്താവുള്ളൂ? ഡിക്രീസ് ചെയ്യത്തുള്ളൂ. ഡിക്രീസസ് ഡ്യൂ ടു ലോസ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ 10 MCQ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടുള്ള 10 MCQ ആണ്. നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട MCQ ആണ്. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. ബൈ.